അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പള്ളി പണിയാൻ വേണ്ടി സക്കാത്തിന്റെ പണം ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു ചർച്ച ഉണ്ട്. അതിലേക്കാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണയായി ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് കൊടുക്കാൻ പറ്റില്ല, അഥവാ അതിനൊരു അവകാശമായിട്ട് അതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 8 വിഭാഗം ആളുകളുണ്ട് സക്കാത്തിന് അർഹരായിട്ടുള്ള. അതിൽ 8ാമത്തെ ഒരു വിഭാഗമാണ് ഫീ സബീലില്ല, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പണം എന്നുള്ളത്. ഉലമാക്കൾ, മുൻപുള്ള ഉലമാക്കളിൽ ഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞത് ഇത് ജിഹാദിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ, അഥവാ ഒരു ഇസ്ലാമിക രാഷ്ട്രം, ഔദ്യോഗികമായ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അഥവാ അതിന് ജിഹാദിന് വേണ്ടി മാത്രമാണ് ഈ കാര്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. അതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ അഭിപ്രായം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഖുർആനിൽ എവിടെയും ഇത് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ്, സൈനികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഫഖ്റുദ്ദീൻ റാസി എന്ന മഹാനായ പണ്ഡിതൻ റഹിമഹുല്ല 610 ഹിജറയിലാണ് അദ്ദേഹം പറയുന്നത്, ഈ ഖുർആനിൽ, അല്ലെങ്കിൽ ഖുർആനിന്റെ ഭാഷ ഉപയോഗിച്ച് അദ്ദേഹം പറയുന്നത് ഇത് ജിഹാദിൽ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അദ്ദേഹം അൽ കഫാർ എന്ന പണ്ഡിതനെ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സക്കാത്ത് ഏതൊരു നല്ല കാര്യത്തിനും, അഥവാ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ഒരു നന്മക്ക് വേണ്ടിയിട്ട്, അത് ഇപ്പൊ ആളുകളുടെ ജനാസ സംസ്കരണത്തിന്, പണമില്ലാത്ത ആളുകളുടെ ജനാസ സംസ്കരണത്തിന്, പള്ളികൾ പണിയാൻ, അങ്ങനെ മുസ്ലിം ഉമ്മത്തിന് പൊതുവായി ബാധിക്കുന്ന ഏതൊരു നന്മക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ ഫീ സബീലില്ല എന്ന മാർഗത്തിൽ സക്കാത്ത് പണം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഫിഖ് കൗൺസിൽസ്, അത് ലോകത്തുള്ള പല ഫിഖ് കൗൺസിൽസിനും ഈ അഭിപ്രായമുണ്ട്. മോഡേൺ ഫിഖ് കൗൺസിൽസിന് അഭിപ്രായമുണ്ട്. ഷെയ്ഖ് ഖർദാവിക്ക് ഈ അഭിപ്രായമുണ്ട്. അപ്പൊ അദ്ദേഹമൊക്കെ പറയുന്നത് ഉമ്മത്തിന്റെ ഏതൊരു ബെനിഫിറ്റ് വേണ്ടി, അഥവാ ഇപ്പോ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പണം ഉപയോഗിക്കാം. കാരണം അതൊക്കെ അതേപോലെ തന്നെ ഈ അമുസ്ലിങ്ങൾ ഭരിക്കുന്ന പ്രദേശത്തുള്ള, അഥവാ മുസ്ലിം ഭരണ പ്രദേശമല്ലാത്ത സ്ഥലത്തൊക്കെ പള്ളികൾ പണിയാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഉലമാക്കളുടെ അഭിപ്രായം. ഇപ്പോൾ ആംജ എന്ന് പറയുന്ന അമേരിക്കൻ മുസ്ലിം അസോസിയേഷനിൽ അവർ പറയുന്ന അവരുടെ ഡിഫോൾട്ട് അഭിപ്രായം എന്ന് പറയുന്നത് സക്കാത്ത് പണം പള്ളികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ അവരും എക്സെപ്ഷണൽ കേസിൽ, അഥവാ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ ഇത് അനുവദിക്കപ്പെടാം എന്നുള്ളതാണ് അവരും പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ളത്, ഇപ്പോൾ ഈ അമുസ്ലിം ഭരണ പ്രദേശങ്ങളിൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം പള്ളി പണിയാനും അതുപോലെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ വളരെ വലിയൊരു പ്രയാസമുണ്ട് സാമ്പത്തികമായിട്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് സ്വതക്ക ലഭിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഉള്ള റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഈ സക്കാത്ത് ഫണ്ട് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ഒരു ഉപകാരം, കാരണം ഇപ്പൊ ഇന്ന് ജിഹാദിന്റെ ഒരു റെലവൻസ് അന്നത്തെ റെലവൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇന്ന് ജിഹാദിന്റെ റെലവൻസ് വളരെ കുറവാണ്. ഇന്ന് ലോകത്ത് UN പോലത്തെ ഒരു സംവിധാനവും എല്ലാ രാഷ്ട്രങ്ങൾക്ക് ബോർഡറും, ആ രാഷ്ട്രങ്ങൾക്കൊക്കെ നേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഉള്ളതോളം കാലം ഇന്ന് ജിഹാദിനുള്ള റെലവൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പറയേണ്ടത് നമ്മളല്ല, ഉലമാക്കളാണ് പറയേണ്ടത്. പക്ഷെ ആ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മുൻനിർത്തിയിട്ടാണ് ഞാൻ ആ ഉലമാക്കളുടെ അഭിപ്രായത്തെ ഒന്ന് അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയണം, അതില്ലെങ്കിൽ അതിനോട് യോജിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അല്ല, ഇത് പറയാൻ നമ്മളാരും യോഗ്യരല്ല, ഉലമാക്കളാണ് ഇത് പറയേണ്ടത്. പക്ഷെ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ ഉലമാക്കളുടെ അഭിപ്രായത്തിന്റെ ഒരു ലോജിക്ക് എനിക്ക് വളരെയധികം ബോധ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ അതിനോട് യോജിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം ഇന്ന് ജിഹാദിന്റെ കോൺസെപ്റ്റ്, ജിഹാദിന്റെ റെലവൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു റെലവൻസ് ഉള്ള ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. പക്ഷേ അന്ത്യനാളോടടുപ്പിച്ച്. പക്ഷെ നമ്മളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ അതിനല്ല, മറിച്ച് അമുസ്ലിം രാഷ്ട്രങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനും അവർക്ക് പള്ളികൾ പണിയാനും അവർക്ക് ഇസ്ലാമിക പ്രബോധനത്തിനും മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാനും ഇസ്ലാം എത്തിച്ചു കൊടുക്കാനും അങ്ങനത്തെ ഒരു പൊതുവായ നന്മകൾ, അവരുടെ ആരോഗ്യത്തിന്റെ മേഖലകളിലും വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് മുസ്ലിം ഉമ്മത്ത് പൊതുവായിട്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പണിയെടുക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇന്ന് ഉലമാക്കൾ ഇടപെട്ടിട്ട് ഈ ഒരു രൂപത്തിൽ, അഥവാ ഇസ്ലാമിന് ഫിഖ് പഠിച്ച് അത് ആളുകൾക്ക് എളുപ്പമുള്ള രൂപത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നല്ലൊരു ഫഖീഹിന്റെയും ഉലമാക്കളുടെയും ഉത്തരവാദിത്തം എന്നുള്ളത്. അതുകൊണ്ട് അവർ ഈ ഒരു അഭിപ്രായത്തെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇത് ആളുകൾക്ക് എളുപ്പമാക്കി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ വ്യക്തിപരമായി പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിദ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.